ഇന്ന് നമ്മളൊരു കനാന്യ സ്ത്രീയെ പറ്റിയാണ് കേൾക്കുവാൻ പോകുന്നത്. അന്യജാതിക്കാരിയായ ഈ സ്ത്രീക്ക് ദൈവത്തോടുള്ള വിശ്വാസം എത്ര അധികമായിരുന്നു എന്നുള്ളത് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മത്തായി 15-ാം അധ്യായം 21-ാം വാക്യം മുതൽ 28 വരെ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 21-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശു അവിടെ വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. അവിടെ വിട്ട് എന്ന് പറയുമ്പോൾ യെരുശലേമിൽ നിന്നും സോറിലേക്ക് പോയപ്പോൾ ഉണ്ടായ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവിടെ വെച്ച് ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വന്ന് അവളുടെ വിഷമം പറയുന്നു. അവൾ നിലവിളിച്ച് പറയുകയാണ്: കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന്. എന്നാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഇവളുടെ വാക്കുകൾക്ക് യേശു ഒരു മറുപടിയും പറഞ്ഞില്ല. കൂട്ടുകാരെ, ഇത് കണ്ടുകൊണ്ട് നിന്ന ശിഷ്യന്മാർ അടുക്കൽ വന്ന യേശുവിനോട്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. നോക്കൂ, അതിന് യേശു കൊടുത്ത മറുപടി ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ ഈ ഉത്തരം കേട്ടപ്പോഴും അവൾ മടുത്തുപോയില്ല, പരിഭ്രമിച്ചില്ല, പുറകോട്ട് പോയില്ല. പകരം കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ അവൾ വീണ്ടും നമസ്കരിക്കുകയാണ്. പക്ഷെ അപ്പോഴും യേശു അവൾക്ക് കൊടുത്ത മറുപടി മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നതായിരുന്നു. ഈ വാക്കുകൾ കേട്ടിട്ട് അവൾ എതിർത്തില്ല. പകരം അത് സമ്മതിച്ചുകൊണ്ട്, അതേ കർത്താവേ, നായ്ക്കുട്ടികളിലും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങ് എനിക്ക് അല്പം മാത്രം, ഒരു കുറഞ്ഞ അളവിൽ തന്നാൽ മതി. മക്കൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി അല്പം മാത്രം എനിക്ക് തരൂ എന്ന അർത്ഥത്തിൽ അവൾ സംസാരിക്കുകയാണ്. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് അവളുടെ വിശ്വാസം എത്ര അധികമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവളുടെ ഈ വാക്കുകൾ കേട്ട യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വരികയാണ്. ഇവിടെ നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് മക്കളെ. നമ്മുടെ വിശ്വാസം ഏത് വിധത്തിലാണ്? കർത്താവ് എൻ്റെ രക്ഷിതാവാണ് എന്ന്, എൻ്റെ എല്ലാ മേഖലകളിലും വഴി നടത്തുവാൻ മതിയായവനാണ് എന്ന്, എൻ്റെ യേശുവിന് മാത്രമേ എന്നെ രക്ഷിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശുവിലൂടെ അല്ലാതെ നമുക്കൊരു രക്ഷയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ജാതികളായ നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നിനും അർഹതയില്ലായിരുന്ന നമ്മളെ, എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലുള്ള ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിത്യനരകമെന്ന ആ വലിയ ശിക്ഷയിൽ നിന്നും വീണ്ടെടുത്ത് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് മക്കളെ. അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാണോ? ഇന്ന് വരെയും ഈ സത്യത്തെക്കുറിച്ച് കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്ത മക്കളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സത്യത്തെ വെളിപ്പെടുത്തുമാറാകട്ടെ. ദൈവം അതിനായിട്ട് ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ആമേൻ. ഈ കഥ കേൾവി നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും മറക്കരുത്.